ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ടും ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ട് വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നിരപരാധിത്വം തെളിയിക്കുന്നത് മാത്രമേ ഉള്ളൂ. എവിടെ പോയി ഫിലിപ്പിന്റെ വൈഫ്, എവിടെ പോയി ഫിലിപ്പിന്റെ കുടുംബം എന്ന് പല ആൾക്കാരും ചോദിച്ചിരുന്നു. ഫൈനലി അവരുടെ സൈഡിൽ നിന്ന് ഒരു റെസ്പോൺസ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ ഇത് മാത്രമേ പറയാൻ പറ്റൂ, ഒരു മകൾ എന്ന നിലയിൽ ഇത് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ നിങ്ങളൊന്ന് ആംഗിൾ മാറി ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാണ് ഒരു കുട്ടിയുടെ അടുത്ത് ഈ രീതിയിൽ ചെയ്തത്. ഈ ഒരു ആക്ടിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. സപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടെ നിങ്ങൾ അങ്ങനത്തെ ഒരാളെ വളർത്തി ഈ ലോകത്തോട്ട് കൊണ്ടുവരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. സീരിയസ്ലി പറയുക, ഞാൻ നല്ലൊരു ടോപ്പിക് എടുത്ത് റിയാക്ട് ചെയ്യാൻ കരുതി, പിന്നെ 2-3 വീഡിയോ ഇട്ട് ക്ലബ് ചെയ്യേണ്ടെന്ന് കരുതി ഒഴിവാക്കിയതാണ്. സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു വിത്ത് സ്ക്രീൻഷോട്ട്. അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ വ്യക്തി ചെയ്ത എല്ലാ കാര്യങ്ങളും എണ്ണി പറയുന്നുണ്ട്. അതിലുള്ള വരികൾ കേൾക്കുന്ന സമയത്ത് മോട്ടിവേഷൻ സ്പീക്കറിൻ്റെ മോട്ടിവേഷൻ ഈ ലെവലിലായിരുന്നോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി.